ഒരിടത്ത് ഒരാനയുണ്ട്. ആനയാണെങ്കിൽ ഒരാനയുണ്ട്. ആന ഒരു ദിവസം വെള്ളം കുടിക്കാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നടന്നു പോയപ്പോൾ ഒരു കുളം കണ്ടു. ആ കുളത്തിൽ ആന തുള്ളിക്കഴിഞ്ഞിട്ട് വെള്ളം തുടിച്ചപ്പോൾ അത് തീർന്നു വറ്റിപ്പോയി. കഴിഞ്ഞപ്പോൾ ആന സങ്കടപ്പെട്ട് തിരിച്ചു വന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം ആനയ്ക്ക് ദാഹിച്ചു. പിന്നെ ആന നടന്നു പോയി നോക്കിയപ്പോൾ കുളത്തിൽ വെള്ളമില്ല. ആനയ്ക്ക് വിശപ്പ്. അപ്പോൾ ഉടനെ ആന എന്നാ ചെയ്തെന്ന് അറിയാമോ? ആന കാട്ടിന്ന് നാട്ടിലിറങ്ങിയിട്ട് ആന എല്ലാവരുടെയും വീട്ടിൽ പോയി ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചു. പക്ഷെ ആരും വെള്ളം തോന്നില്ല. കാരണം എന്നാ, ആന തുമ്പിക്കൈ അതിനകത്തിട്ട് വെള്ളം വറ്റിപ്പൊത്തില്ലേ. അതുകൊണ്ട് ആനയ്ക്ക് വെള്ളം കൊടുത്തില്ല. അപ്പം ആന ഇങ്ങനെ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുക, എനിക്ക് ആരും വെള്ളം തരുന്നില്ല, എനിക്ക് ദാഹിക്കുന്നു, ഞാൻ ദാഹിച്ച് മരിച്ചു പോകും, എന്നെ രക്ഷിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം എന്നാ ചെയ്യും? ദൈവം ആകാശത്തിൽ നിന്നെല്ലാം കണ്ടിട്ട് ദൈവം ഇങ്ങനെ കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ മേഘത്തിൽ ഇടിച്ച് അവിടെ നിന്ന് മഴ പെയ്തപ്പോൾ ആനയ്ക്ക് കുടിക്കാനുള്ള ഇഷ്ടം പോലെ വെള്ളമായി കഴിഞ്ഞപ്പോൾ പിന്നെ ആ വെള്ളം കൂടിക്കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. വെള്ളം പൊങ്ങി നിറഞ്ഞൊഴുകുക. അപ്പോൾ ദൈവത്തോട് ആന പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ മഴ നിർത്തണേ, എൻ്റെ ദാഹം മാറി, എനിക്ക് കുടിക്കാനുള്ള വെള്ളം എവിടെയെങ്കിലും നീ ശേഖരിച്ച് വെച്ചാൽ തന്നാൽ മതി, ഈ മഴ നിർത്തണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം എന്നാ ചെയ്യും? ദൈവം അതെല്ലാം കേട്ടിട്ട് ദൈവം തിരിച്ച രശ്മികൾ ദൈവത്തിൻ്റെ കയ്യിലോട്ടെടുത്ത് ദൈവം മാറ്റും. അപ്പം എന്നിട്ട് ദൈവം ആനയോട് പറയും, നീ വിഷമിക്കണ്ട, നിനക്കിനി ദാഹിക്കുമ്പോൾ നിനക്കുള്ള വെള്ളം അവിടെ ഉണ്ടായിരിക്കും. നീ അവിടെ പോയി എത്ര തവണ വെള്ളം കുടിച്ചാലും ആ വെള്ളം ഒരിക്കലും വറ്റുകയില്ല. ഇനി അഥവാ വറ്റിയാൽ അന്ന് ലോകത്തിൻ്റെ അവസാനമായിരിക്കും എന്ന് ദൈവം പറഞ്ഞു. അപ്പം ആന ആലോചിച്ചു, എനിക്കുള്ള വെള്ളം എവിടെയാണെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ദൈവം പറയുന്നത്, നിനക്കുള്ള വെള്ളം ഞാൻ മുല്ലപ്പെരിയാർ ഡാമിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് മുല്ലപ്പെരിയാർ ഡാം ദൈവം ഉണ്ടാക്കിയത്. നമ്മുടെ